നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തകർന്നടിഞ്ഞ വീടുകൾ തേടി പാലസ്തീനികൾ വടക്കൻ ഗസയിലേക്ക് എത്തുന്നതായി UN. വെടിനിർത്തൽ കരാറായതിനു പിന്നാലെ 3,76,000-ലധികം പാലസ്തീനികൾ വടക്കൻ ഗസയിലെ വീടുകളിലേക്ക് മടങ്ങിയതായി UN. തെക്കൻ ഗാസയെയും വടക്കൻ ഗാസയെയും വേർതിരിക്കുന്ന നെത്സരീം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയതോടെയാണ് ജനങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ വടക്കൻ ഗസയിൽ നിന്നാണ് വ്യാപകമായി കൂട്ടപ്പലായനം ഉണ്ടായത്. ഒരു വർഷത്തിലേറെയായി അഭയാർത്ഥികളായി കഴിഞ്ഞവർ മടങ്ങിയെത്തിയത് പൂർണ്ണമായും തകർക്കപ്പെട്ട വീടുകളിലേക്കാണ്. 2023 ഒക്ടോബർ 7-ന് ശേഷം വടക്കൻ ഗസയിൽ നിന്ന് 10 ലക്ഷത്തോളം പേരെ ഇസ്രായേൽ ഭീഷണിപ്പെടുത്തി ആട്ടിയോടിച്ചുവെന്നാണ് കണക്കുകൾ. പാലസ്തീനിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരിൽ 80% വടക്കൻ മേഖലകളിലേക്ക് മടങ്ങുന്നതായി ഗസ അധികൃതരും വ്യക്തമാക്കി. ഗസ മുനമ്പിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 80% ആളുകളും കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്തിന്റെ വടക്കൻ മേഖലകളിലേക്ക് മടങ്ങിയെന്നാണ്. പ്രദേശത്തുണ്ടായ നാശവും മറ്റും പരിഗണിക്കാതെയാണ് ജനം സ്വന്തം മണ്ണിലേക്ക് ഒഴുകിയെത്തുന്നത്. മടങ്ങിവരുന്നവരുടെ സുരക്ഷയെയും ക്ഷേമത്തെയും കുറിച്ച് ഗുരുതരമായ ആശങ്കകളും വിവിധ ഏജൻസികൾ പങ്കുവയ്ക്കുന്നുണ്ട്.